പ്രിയരെ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ പുറപ്പുഴയാണ്. കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്ററും UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്ന ബഹുമാനപ്പെട്ട PJ ജോസഫ് സാറിൻ്റെ മകനുമായ അബു സാറിനെ കാണാനായിട്ട് വന്നതാണ്. അബു സാറുമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം. സാറേ, കൃഷി കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? കൃഷി നന്നായിട്ട് പോകുന്നു. ഇലക്ഷൻ ആയതുകൊണ്ട് ഈ ദിവസങ്ങളിലൊന്നും ശ്രദ്ധിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അതിന് മുമ്പൊക്കെ എല്ലാ കാര്യത്തിലും സാർ ഊർജിതമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടു. ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ മീനാശ്വരത്ത് അവിടെയും കൃഷി ചെയ്യുന്നുണ്ട്. അവിടെ തെങ്ങും മാവൊക്കെ ഉണ്ട്. അതെല്ലേ സാർ, ഈ പുതിയ തലമുറയിലെ കുട്ടികളെ കൃഷിയോട് മൊത്തം ഒരു താല്പര്യമില്ലാത്തൊരു അവസ്ഥയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു ചേഞ്ചസ് നമുക്ക് വരണ്ട സാറേ? ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, കൃഷിയോട് താല്പര്യമില്ലാതിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് കൃഷി ചെയ്യുന്ന ഒരു വരുമാനം കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ കൃഷി ചെയ്താൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളൊരു അവസ്ഥ വന്നതുകൊണ്ടാണ് പുതിയ തലമുറയ്ക്ക് കൃഷിയിൽ താല്പര്യമില്ലാത്തത്. ഇപ്പോൾ കൃഷി ചെയ്യുന്ന അവർക്ക് ഈ സമൂഹത്തിൽ മാന്യമായി ജീവിക്കാനുള്ളൊരു വരുമാനം കിട്ടിയാൽ പുതിയ തലമുറ തീർച്ചയായിട്ടും കൃഷിയിലേക്ക് തിരിഞ്ഞു വരും. അപ്പോൾ അതിനുള്ള നടപടികളാണ് നമുക്ക് ഇനി മുന്നോട്ട് ആലോചിക്കാനുള്ളത്. തീർച്ചയായിട്ടും. അതിന് എന്തൊക്കെ കർമ്മപദ്ധതികളാണ് സാറേ ആസൂത്രണം ചെയ്യുന്നത്? നമുക്കിപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്ന വരുമാനമില്ല എന്ന് പറയുമ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ ഇപ്പോൾ ഏത് പച്ചക്കറി കടയിൽ പോയാലും, ഏത് പ്രൊവിഷൻ സ്റ്റോറിൽ പോയാലും, പലചരക്ക് കടയിൽ പോയാലും, ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും വില കുറച്ച ഒരു കാർഷിക ഉൽപ്പന്നം പോലും നമുക്ക് കിട്ടിയില്ല. തീർച്ചയായിട്ടും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാത്തത് കർഷകൻ്റെ പുരയിടത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ UDF കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് നമ്മൾ ഇറക്കിയ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ നമ്മൾ നാളികേരത്തിന് 42 രൂപ തറവില പ്രഖ്യാപിക്കുമെന്ന് വാഗ്ദാനം ചെയ്തതാണ്. അതുപോലെ തന്നെ നമ്മുടെ നെല്ലിന് 30 രൂപ. അതുപോലെ അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ UDF നാളികേരത്തിന് 42 രൂപ, അതുപോലെ നെല്ലിന് 30 രൂപ, റബ്ബറിന് 250 രൂപ തറവില പ്രഖ്യാപിച്ചത് UDF ആദ്യം. അത് കണ്ട് കോപ്പിയടിച്ചാണ് LDF പറഞ്ഞത്. അവരാരും അതും നടപ്പാക്കിയില്ല. അതുപോലെ കാർഷിക മേഖലയ്ക്ക് കേന്ദ്ര റെയിൽവേ ബജറ്റ് പോലെ പ്രത്യേക ഒരു ബജറ്റ് അവതരിപ്പിക്കുന്നത് വാഗ്ദാനം ചെയ്തതാണ്. ഈ പ്രാവശ്യം നമ്മൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ, വടക്കേ ഇന്ത്യയിലൊക്കെ കർഷകർ പിടിച്ചു നിൽക്കുന്നത് അവിടെ ഈ സബ്ജി മണ്ടീസ് ഉണ്ട്. ഈ സബ്ജി മണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കർഷക മാർക്കറ്റുകൾ. ഇപ്പോൾ പുറപ്പുഴ പഞ്ചായത്തിലെ കൃഷിക്കാർ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ പുറപ്പുഴയിലെ സബ്ജി മണ്ടിയിൽ മാത്രമേ വിൽക്കാൻ പറ്റത്തുള്ളൂ. അവർക്ക് കരുവന്ത് പോകാൻ പറ്റത്തില്ല. പക്ഷേ അവിടെ സർക്കാർ ഈ ഓരോ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും തറവില പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ തറവിലയുടെ മുകളിലേക്കാണ് ലേലം വിളിച്ചു പോകുന്നത്. അപ്പോൾ കർഷകരെ സംരക്ഷിക്കുന്നത് അവിടെ സർക്കാരാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നാട്ടിൽ കർഷകരെ സംരക്ഷിക്കുന്ന രീതിയിൽ തറവില പ്രഖ്യാപിക്കുകയും, അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ഉൽപ്പാദനം ഉണ്ടാക്കിയാലും, എന്ത് കാർഷിക മേഖലയിൽ നമ്മൾ ഉൽപ്പാദിപ്പിച്ചാലും അത് ഉൽപ്പാദനം കഴിഞ്ഞിട്ട് നമ്മൾ കച്ചവടക്കാരൻ്റെ അവതാരത്തിലാണ് വില നിശ്ചയിക്കാൻ പോകുന്നത്. നമ്മുടെ ഇവിടെ കർഷക സൊസൈറ്റികൾ, ഈ സംഘങ്ങളുണ്ടാക്കി കർഷകരെ ഒരു സംരംഭകത്തിലേക്ക് പിടിച്ചു വരുന്നത്. ഇപ്പം
മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ചെറുകിട യൂണിറ്റുകൾ സർക്കാർ സബ്സിഡിയിലൂടെയോ അല്ലെങ്കിൽ സർക്കാർ ലോണുകൾ കൊടുത്ത് അതുപോലെ അവരെ സമന്വയിപ്പിച്ചുകൊണ്ട് അതിൻ്റെ വിപണനവും അതിൻ്റെ ലോജിസ്റ്റിക്സുമൊക്കെ സർക്കാർ സംവിധാനങ്ങൾ വെച്ച് തന്നെ കർഷകരെ സഹായിക്കുകയാണെങ്കിൽ മാന്യമായ ഒരു വരുമാനം കാർഷിക മേഖലയിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാർ ഇവിടെ തന്നെ ഇതിലേക്ക് തിരിച്ചു വരും. അതുപോലെ തന്നെയാണ് കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഹോം സ്റ്റഡ് ഫാമിംഗ്, ഫാം ടൂറിസം, ഹോം ടൂറിസം. ഇപ്പോൾ രാഹുൽ ഗാന്ധി നാട്ടിലെ ചെറുപ്പക്കാർക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ കൊടുക്കാമെന്നുള്ള വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഉദാഹരണം പറഞ്ഞാൽ ഈ പുറപ്പെടുകയുള്ളൊരു കർഷക കുടുംബം, അപ്പം നമ്മുടെ നാട്ടിലെ ഈ പ്രകൃതി ഭംഗിയും നമ്മുടെ നാട്ടിലെ ജീവിത രീതികളൊക്കെ കാണാൻ വേണ്ടി ഒത്തിരി ടൂറിസ്റ്റുകൾ കേരളത്തിൽ വരാൻ തയ്യാറാണ്. പക്ഷേ നമുക്കിവിടെ താമസ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് വരാണ്ടിരിക്കുന്നത്. ഈ 5 ലക്ഷം രൂപ മതി നമുക്ക് വീടിനോട് ചേർന്നൊരു നല്ലൊരു മുറിയും ഒരു നല്ല ബാത്റൂമൊക്കെ ഉള്ള നല്ല മുറി, ആ സൗകര്യമുള്ളൊരു മുറിയും വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ലോകം ഇങ്ങോട്ട് ഒഴുകി വരും. ഈ തൊട്ടടുത്ത് കുടിഞ്ഞിമലയിലുണ്ട് 2-3 ഫാം സ്റ്റേ നടത്തുന്നവർ, ചെറിയ വീടുകളൊക്കെ. അവർ എറണാകുളത്തു നിന്നുള്ള ഒരു കലിപ്സോ എന്ന കമ്പനിയാണ് അത് അവർ ടൂറിസ്റ്റിനവിടെ കൊണ്ടുവരുന്നത്. അത് ഫ്രാൻസിൽ നിന്ന് ജർമ്മനിയിൽ നിന്നൊക്കെയുള്ള കുടുംബങ്ങളാണ് വരുന്നത്. അത് നമ്മുടെ ടെമ്പോ വാനിനകത്ത് സൈക്കിൾ കയറ്റി വെച്ച് അവർ ഇടയ്ക്ക് കുടുംബം റോഡിൽ കൂടെ സൈക്കിൾ ഓട്ടും, അല്ലാത്തപ്പോൾ സൈക്കിൾ എടുത്ത് വാനെ വയ്ക്കും, അവർ കാറിൽ പോകും. ഈ കുനിഞ്ഞ് വന്ന് ഒരു ദിവസം താമസിച്ച് അതിൽ മുഴുവൻ സൈക്കിളെ ഓട്ടി അവരിവിടുന്ന് നേര്യമംഗലത്തിലാണ്. നേര്യമംഗലം വഴി അതൊരു സർക്യൂട്ടാണ്. അപ്പോൾ ഈ രീതിയിലുള്ള പദ്ധതികൾ ഞങ്ങൾ വിഭാവനം ചെയ്താൽ നമ്മുടെ നാട്ടിൽ തന്നെ ചെറുപ്പക്കാർക്ക് പിടിച്ചു നിൽക്കാനുള്ള വരുമാനം ഉണ്ടാവും. ഇവർ കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞു വരും. സാറേ, ഈ നമ്മുടെ ഈ നാട് വിട്ടു പോകുന്ന കുട്ടികൾ എന്ത് ജോലി ചെയ്യാനായിട്ടും തയ്യാറാണ്, കക്കൂസ് കഴുകാൻ വരെ തയ്യാറാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ജീവിക്കാനുള്ളൊരു ഉപാധി നമ്മുടെ ഈ കേരളത്തിൽ നിന്നും കിട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് സത്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ തലമുറേനെ നമ്മുടെ നാട് വിട്ടു പോകാതെ നമുക്കിവിടെ പിടിച്ച് നിർത്തേണ്ടത് നമുക്ക് അത്യാവശ്യ കാര്യങ്ങളാണ്. കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 80% വീടുകളും അടച്ചിട്ട്, അതായത് നമ്മുടെ ഇന്ത്യ എന്ന രാജ്യം വളരെ ചെറുപ്പമായ രാജ്യമാണ്. ഇന്ത്യയിൽ 140 കോടിയുടെ മുകളിൽ ഇപ്പോൾ ഇന്ന് ജനങ്ങളുണ്ട്. ഇന്ത്യയുടെ മീഡിയൻ ഏജ്, ആവറേജ് വയസ്സെന്ന് പറയുന്നത് 28 വയസ്സാണ്. നമ്മുടെ നാട്ടിലെ ഒരു പ്രായം കുറഞ്ഞ രാജ്യമാണ്. 28 വയസ്സാണ് ആവറേജ്. കേരളത്തിൻ്റെ ആവറേജ് വയസ്സെന്ന് പറയുന്നത് 36 വയസ്സാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ സംസ്ഥാനം കേരളമാണ്. 2050 ആകുമ്പോൾ കേരളത്തിൻ്റെ മീഡിയൻ ഏജ് എന്ന് പറയുന്നത് 46-47 ആവുമെന്ന് പറയുന്നത് ഒരു വലിയ ഓൾഡ് ഏജ് ഹോമായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. കാരണം നമ്മുടെ നാട്ടിലെ യുവാക്കളൊക്കെ ഇവിടെ നിന്ന് നാട് വിട്ടു പോവുകയാണ്. പിന്നെ ഇവിടെ ആളുകളുടെ ആയുസ് കൂടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ 85-90 സർവ്വസാധാരണമാണ്. പിന്നെ വനിതകളൊക്കെ ജോലിക്ക് പോകുന്നതുകൊണ്ട് നമ്മുടെ നാട്ടിൽ പണ്ട് 8-10 പിള്ളേരുണ്ടായിരുന്ന വീടുകളൊക്കെ ഇന്ന് 1-2 പിള്ളേരൊക്കെ ഉള്ളൂ. അപ്പം അതും ഈ നാട്ടിൽ നിന്ന് ഈ പിള്ളേർ കൂട്ടത്തോടെ പലായനം ചെയ്ത് പോകുന്നതുകൊണ്ട് നമ്മുടെ ആവറേജ് ഏജ് കൂടിക്കൊണ്ടിരിക്കും ഓരോ വർഷവും. അപ്പം ഞാനീ പറഞ്ഞതുപോലെ അവരെ ഇവിടെ പിടിച്ചു നിർത്തണം. ഇന്നും ഒരു 75-80% ആളുകൾ ആശ്രയിക്കുന്ന കാർഷിക മേഖലയെ കൈപിടിച്ച് ഉയർത്തിയാൽ മാത്രമേ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ നിൽക്കുകയുള്ളൂ. ഇവിടുന്ന് പോയിട്ട് കുട്ടികൾ ആപ്പിൾ പറിക്കാനും അതുപോലെ തന്നെ അല്ലെന്ന് ഇപ്പം ഞാനൊരു 7 വർഷം ഞാനൊരു പ്രവാസിയായിരുന്നു. പ്രവാസ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ കാഴ്ചയിൽ ഇങ്ങനെ പട്ട് പരവതാനി വിധിച്ച ഇത് പറയുന്നത് ഇതൊന്നുമല്ല. അവിടെ നല്ല കഷ്ടപ്പാടാണ് ജീവിതം. അവിടെ പോകുന്ന കുട്ടികൾ ജോലി ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്കിപ്പം ഇപ്പോൾ UK പോകുന്ന കുട്ടികളുടെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ UK-കാർക്ക് വേണ്ടാത്ത കോഴ്സുകളാണ് ഈ പിള്ളേർ പഠിക്കുന്നത്. അവിടെ പഠിച്ച ജോലിയൊന്നും കിട്ടത്തില്ല. ഒത്തിരി പേര് ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടി വരും. അതുപോലെ തന്നെ 2 വർഷം സ്റ്റേ ബാക്ക് എന്ന് പറയുന്നത് 3000 പൗണ്ട് വീണ്ടും കെട്ടിവെക്കണം. വേണം പറഞ്ഞ് ഇപ്പോൾ 3.5 ലക്ഷം രൂപയാണ്. അതും വീട്ടുകാർ ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ മാസം ഇവരുടെ ചിലവിനുള്ള പൈസ അയച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇവർ ജോലിയില്ലാണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ കുടുംബവും പറമ്പും ഒക്കെ പണയം വെച്ചിട്ടാണ് പോയേക്കുന്നത്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് കേരളം നടന്നു നീങ്ങുന്നത്. അപ്പോൾ അതിനെ തടയിടുവാൻ വേണ്ടി നമ്മൾ നാട്ടിൽ തന്നെ ഈ കുട്ടികൾക്ക് ഇവിടെ നിന്ന് പ്രവർത്തിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന വളരെയധികം ആൾക്കാർ നമ്മുടെ ഈ ചാനലിലേക്ക് വിളിച്ച് പറഞ്ഞു, അബുസാറിനെ വന്ന് കാണണം, അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറഞ്ഞു. ഞങ്ങൾക്ക് നാട്ടിലേക്ക് വരാനാണ് ഇഷ്ടം, ഞങ്ങൾക്ക് നാട്ടിൽ ജോലി ചെയ്ത് ഞങ്ങളുടെ കാരണവന്മാരും ഒപ്പം ഞങ്ങളുടെ സ്വന്തക്കാരെയും കണ്ട് ഞങ്ങളുടെ കൂടെ പഠിച്ച ആൾക്കാരെയും ഒക്കെ ഞങ്ങൾക്ക് ഇവിടെ നാട്ടിലേക്ക് തന്നെ കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട് വിട്ടുപോയി കഴിഞ്ഞാൽ പരസ്പരം കാണാൻ പോലും പറ്റിയല്ലാത്തൊരു സ്ഥിതിവിശേഷമാണ്. ഇപ്പോൾ എനിക്കൊന്നൊരു 10-15 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഒരു 50 ലക്ഷത്തിലധികം കുട്ടികൾ ഈ നാട് വിട്ട് ഈ പുറപ്പെടുന്ന നമ്മുടെ ഈ വീടിൻ്റെ ഒരു 1 കിലോമീറ്റർ ചുറ്റളവിൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അപ്പച്ചൻ്റെ മൂത്ത പെങ്ങൾ മാത്രമേ ഇവിടെ ഒരു പ്രവാസി ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ വേണ്ടി അമേരിക്കയിൽ പോയതാണ്, 60കളിൽ പോയതാണ്. ഇപ്പോൾ ഈ വീടിൻ്റെ ചുറ്റും ഒരു 250 കുടുംബങ്ങളെങ്കിലും ഉണ്ട് പ്രവാസികൾ. അപ്പം പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ ഒത്തിരി കുടുംബങ്ങൾ അതുവഴി രക്ഷപ്പെട്ട് പോയി. ഇപ്പം ആദ്യമേയൊക്കെ പോയ ആളുകൾ, ഇപ്പം നഴ്സിംഗൊക്കെ പോയ ആളുകൾ, ആദ്യമേ ജോലിക്ക് പോയവരൊക്കെ രക്ഷപ്പെട്ട് പോയി. പക്ഷേ ഇപ്പം കുട്ടികൾ പോകുന്നവരുടെ കാര്യമാണ് നമുക്ക് ഒരു ചെറിയ പ്രതിസന്ധി ഉള്ളത്. കാരണം അവർക്ക് അവിടെ ജോലി കിട്ടുമെന്നുള്ള കാര്യം ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളത് കുട്ടികളെ ഇവിടെ നമ്മൾ പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മളിപ്പോൾ ഇൻ്റർനാഷണൽ
യൂണിവേഴ്സിറ്റികൾ അവരുടെ ഒരു നമ്മളൊരു സർക്കാർ തലത്തിൽ കേരളത്തിൻ്റെ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാക്കുക, ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് നമ്മൾ നാട്ടി തുറക്കുക. അപ്പോൾ ആ കോഴ്സുകൾ നമുക്ക് ഇവിടെ പഠിക്കാൻ പറ്റും. പിന്നെ കാലഹരണപ്പെട്ട നമ്മുടെ കോഴ്സുകളൊക്കെ മാറ്റിയിട്ട് ജോലി ലഭിക്കുന്ന രീതിയിലുള്ള പുതിയ നമ്മുടെ കോഴ്സുകൾ ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അപ്ഡേറ്റ് ചെയ്യുക. കാലത്തിന് മൊത്തം പൊളിച്ചുപണി ആവശ്യപ്പെടാം. കാരണം നമ്മുടെ ഇവിടെ ഇപ്പോൾ പഠിച്ചാൽ ജോലി കിട്ടുന്ന കോഴ്സിനെ പോയിട്ടുള്ള കാര്യമുള്ളൂ. നമ്മൾ ഈ പരമ്പരാഗത കുറേ ഇപ്പോൾ എഞ്ചിനീയറിംഗ് പോലും പരമ്പരാഗത കുറേ ഇപ്പോൾ ഞാൻ പഠിച്ചത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനാണ്. ഇന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിച്ച് കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതൊക്കെ A+ പഠിച്ച് തന്നെ കൊച്ചിനോട് ഒരു കാന്താരിമുളക് നടാനോ അല്ലെങ്കിൽ ഒരു മൂട് കപ്പ നടാനായിട്ട് എത്ര നീളത്തിൽ മുറിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അറിയത്തില്ല. അവർക്ക് അത് അതിൻ്റെ മറ്റൊരു ആസ്പെക്ട്, ഒരു പ്രായോഗികത അല്ലെങ്കിൽ ഒരു പ്രായോഗിക ജീവിതത്തിൽ ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊന്നും നമ്മൾ പിള്ളേരെ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. അതുപോലെ സാമാന്യ മര്യാദ, അതുപോലെ ഈ ആളുകളുടെ ഇൻ്റർപേഴ്സണൽ സ്കിൽസ്, അതൊക്കെയാണ് ഇപ്പോൾ എല്ലാവർക്കും ഇന്ന് ഫുൾ A+. ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥിയെ മറ്റൊരാളിൽ നിന്ന് വേർതിരിക്കുന്നത് അയാളുടെ മറ്റ് ആളുകളുടെ ഇടപെടുന്ന രീതികൾ, പറഞ്ഞ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഒരു കാര്യം മനസ്സിലുണ്ടെങ്കിൽ അത് പറഞ്ഞ് ബോധിപ്പിക്കാനുള്ള കഴിവ്. അപ്പം അങ്ങനെയുള്ള ഈ ഫൈൻ സ്കിൽസൊക്കെ നമ്മൾ പിള്ളേരെ കൊണ്ട് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കണം. അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു മൊത്തം ഒരു അഴിച്ചുപണി ഇതുപോലെ ഈ കാലഹരണപ്പെട്ട ഈ കോഴ്സുകളൊക്കെ മാറ്റി പുതിയ കോഴ്സുകൾ കൊണ്ടുവന്ന് പിള്ളേർക്ക് നാട്ടിൽ തന്നെ ജോലി കിട്ടാനുള്ള കോഴ്സ് ഇഷ്ടംപോലെ ഉണ്ടെന്നേ. നമുക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എല്ലാവർക്കും മെഡിസിനും എഞ്ചിനീയറിംഗ് മാത്രം പോയാൽ മതി. വേറെ ഇന്ത്യയിൽ എത്രയോ ജോലി സാധ്യതകളുണ്ട്, എത്രയോ തൊഴിൽ മേഖലകളുണ്ട്. അങ്ങനെയുള്ള രീതിയിലൊക്കെ നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മൾ മാറ്റിക്കൊണ്ടിരണം. ഈ കേരളത്തിലെ കുട്ടികൾ, ഞാൻ പറയുന്നു, കേരളത്തിലെ കുട്ടികളെല്ലാം സാറിന് ഒത്തിരി പ്രതീക്ഷയോട് കാണും ഉറ്റുനോക്കുന്നത്. ഐക്യജനാധിപത്യ മുന്നണിക്ക് ഇപ്പോഴുള്ള നേതൃത്വത്തിന് ഇതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. നമ്മൾ വിദ്യാഭ്യാസ കോൺക്ലേവ് പറഞ്ഞിട്ട് നടത്തിയുണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ. മുന്നണിക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഒരു ഭരണമാറ്റം വന്നു കഴിഞ്ഞാൽ കേരളം ഒരു പുതിയ ദിശയിലേക്ക്, ഒരു നവയുഗത്തിലേക്ക്, നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ യാത്ര പറഞ്ഞല്ലേ, പുതിയ യുഗത്തിലേക്ക് നയിച്ചുകൊണ്ട് പോകാനുള്ള ആർജവവും പ്രാപ്തിയും ഇന്നത്തെ UDF-നുണ്ട്. അപ്പോൾ UDF-ൻ്റെ നേതൃത്വത്തിലൊരു ഗവൺമെൻറ് കേരളത്തിൽ വരും. ആ ഗവൺമെൻറ് വന്നു കഴിയുമ്പം എന്താ പറയുന്നത്, എല്ലാം ശരിയാകും എന്ന് പറയുന്നത് പോലെ മാറ്റങ്ങളുണ്ടാവും. വിഷയം വരുന്നത് നമ്മുടെ കൊടുത്തുകൊണ്ട് ചോദിച്ചാൽ നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിൽ ഏതാണ്ട് 18ഓളം ഫാക്ടറികൾ ഇപ്പോൾ പൂട്ടിക്കിടക്കുക. ഞാൻ ഇതിന് മുമ്പൊന്ന് സംസാരിച്ചായിരുന്നു ആ വിഷയത്തെ പറ്റി. ഇപ്പോൾ നമ്മുടെ അർജുന റബ്ബർ പ്രോഡക്ട്സ് അത് ആക്ച്വലി ഒരു നമ്മുടെ തൊഴിലില്ലാത്ത ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയത്, അപ്പസായിട്ട് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ചെയർമാൻ, അപ്പോൾ ഞാനൊക്കെ അവിടെ സെക്രട്ടറി ആയിട്ടിരുന്നതാണ്. അപ്പോൾ അതുപോലെ ഞാൻ എൻ്റെ ഒരു സർവേ നടത്തിയപ്പോൾ 18ഓളം ഫാക്ടറികൾ പൊതുവേ നിയോജകമണ്ഡലത്തിൽ ഇപ്പോൾ പൂട്ടിക്കിടക്കുക. അത് നമുക്ക് തുറക്കുന്നതിനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാകണം. അതിനെക്കുറിച്ച് നമുക്ക് അത് കൃത്യമായി പഠിക്കേണ്ടി വരും. ഞാനൊരു സർവേ എന്ത് കാരണം കൊണ്ടാണ് പൂട്ടിപ്പോയത്, അതിനി തുറന്ന് പ്രവർത്തിക്കാനുള്ള സാഹചര്യം നിലവിലുണ്ടോ, ഉണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. അതിപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരു പ്രദേശത്തിൻ്റെ ഒരു വികസനം, ഇപ്പം പുറപ്പുഴ എന്നൊരു പ്രദേശം, പുറപ്പുഴയുടെ വികസനം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന പുറപ്പുഴക്കാരാണ്. ഞാൻ പറയുന്ന ഒരു പുറപ്പുഴ പഞ്ചായത്തിൽ ഒരു പുറപ്പുഴ വികസന സമിതി ഉണ്ടാക്കുക. അവിടെ ഈ പഞ്ചായത്തിലെ കക്ഷി മത രാഷ്ട്രീയ ഭേദമില്ലാതെ ഇവിടെയുള്ള ജനപ്രതിനിധികളും ഇവിടെയുള്ള ബിസിനസ്സുകാരും ഇവിടെയുള്ള കൃഷിക്കാരും ജീവിതത്തിൻ്റെ നാനാ തുറകളിലുള്ള ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വികസന ഫോറം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ ഒരു മാസം ഒരു മീറ്റിംഗ് കൂടി ഇവിടെ എന്തൊക്കെയാണ് വിഷയങ്ങളുള്ളത്, മുന്നോട്ട് ഏത് ദിശ, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ സാധ്യതകളുണ്ട്, എന്തൊക്കെ നമുക്ക് നടപ്പാക്കാൻ പറ്റും അല്ലെങ്കിൽ നടപ്പാക്കാൻ താല്പര്യമുള്ള കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഒരു പ്രാദേശികമായിട്ട് വികസന സമിതികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പ്രാദേശികമായിട്ട് അവരുടെ നല്ലതിന് വേണ്ടി ചിന്തിക്കുകയുള്ളൂ. അങ്ങനെ ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ നടപ്പാക്കാൻ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ഞാൻ ജയിച്ചു വരുവാണെങ്കിൽ അത് പിന്നെ അത് കഴിഞ്ഞിട്ട് പറയുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഒരു പൂർണ്ണമായ ഞങ്ങളുടെ സർവേയിൽ വന്നൊരു കാര്യം 27,000-നും 35,000-നും ഇടയ്ക്കുള്ള 1 വർഷത്തിൽ വന്നാൽ നല്ല കാര്യം. ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളും നടത്തിയ സർവേയുടെ 27-30 ഇടയ്ക്ക് 1 വർഷം ജയിക്കും. ഓക്കെ, ശരി, എല്ലാവരും കേട്ടല്ലോ. ശരി. പോകട്ടെ, ശരി.